നമ്മൾ ഈ കിടക്കുമ്പോഴെങ്കിലും ഈ ഫോൺ നമ്മൾ മാറ്റി വയ്ക്കുക എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിന് വിശ്രമം കൊടുക്കേണ്ട ഒരു ടൈമാണ് ഈ ബെഡിൽ കിടക്കുന്ന സമയം. ഈ സമയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ കിടക്കുന്ന ആ ഒരു ടൈമിന് നമുക്ക് നമ്മളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. ഓക്കെ, നാളെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നാളെ നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ എന്താ പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ റൊട്ടീൻ എങ്ങനെ നമുക്ക് നാളത്തേക്ക് ഫിക്സ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പ്രൊജക്റ്റിലേക്ക് നമുക്ക് ഇനി അടുത്തതിന് എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള ചെറിയൊരു തോട്ട്സ് ജസ്റ്റ് ആഡ് ചെയ്യും. അതായത് ഇതെല്ലാം കൺസ്ട്രക്റ്റീവ് തോട്ട്സാണ്. നമുക്ക് മുന്നോട്ട് നമുക്ക് നല്ലത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്നോ രണ്ടോ കാര്യം ചിന്തിച്ചാൽ മതി, എല്ലാം കൂടി ചിന്തിക്കണ്ട. അതേപോലെ നമ്മളൊരിക്കലും ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ട് ഒരു മൈൻഡ് സെറ്റോടുകൂടി കിടന്നുറങ്ങാൻ ഒരിക്കലും നമ്മൾ ഒരു അവസ്ഥ എപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്യരുത്. ശരിയാണ്, നമ്മുടെ ലൈഫാണ്, നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റാത്ത കാര്യം. അത് ഈ പറയുന്ന എനിക്ക് പോലും പറ്റത്തില്ല. പക്ഷെ നമ്മൾ പോസിറ്റീവ് ആകുക എന്നുള്ളത് അൾട്ടിമേറ്റ്ലി അത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഒരാവശ്യമാണ്. ശരിയല്ലേ? നമ്മളെപ്പോഴും ഒരു കാര്യത്തിനെക്കുറിച്ച്, എന്ത് കാര്യത്തിനെക്കുറിച്ചാണെങ്കിലും നെഗറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി അപ്രോച്ച് ചെയ്യുന്നത് അതിനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് അപ്രോച്ച് ചെയ്യുന്നതിനും റിസൾട്ട് രണ്ടും രണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ ഒരിക്കലും നെഗറ്റീവ് കാര്യങ്ങൾ കൺസ്യൂം ചെയ്യാതിരിക്കുക. ഈ ഫോണൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. സമാധാനമായിട്ട് ശാന്തമായിട്ട് പതുക്കെ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, എന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കിടന്നുറങ്ങുക. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്.